Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 6th സെമസ്റ്റർ SD സ്റ്റുഡൻസിന്റെ അവസാനത്തെ എക്സാം ആണ് നാളെ നടക്കാൻ പോകുന്നത്. റിസർച്ച് മെത്തഡോളജി. സോ നമ്മൾ ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള ചോദ്യങ്ങൾ, പാർട്ട് എയിലുള്ള ചോദ്യങ്ങൾ ഇതൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ പാർട്ട് ബിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 5 മാർക്സിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പാർട്ട് ബിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്നാ പഠിച്ചോ. നമുക്ക് റിസർച്ച് എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് കാണാൻ സാധിക്കും. അതിൽ എന്താണ് പലതരത്തിലുള്ളതിൻ്റെ ഡിഫറൻസുകൾ അതിൽ അവൈലബിൾ ആണ്. അതിലേതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറിലും വരുന്നതാണ്. ഇപ്പോൾ ആക്ഷൻ റിസർച്ചും എക്സ്പെരിമെൻ്റൽ റിസർച്ചും തമ്മിലുള്ള ഡിഫറൻസോ, അപ്പോൾ ടൈപ്സ് എന്തായാലും നല്ല രീതിയിൽ പഠിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ആക്ഷൻ റിസർച്ച് ആൻഡ് എക്സ്പെരിമെൻ്റൽ റിസർച്ചിൻ്റെ ഡിഫറൻസോ, അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് അനലറ്റിക്കൽ അതിൻ്റെ ഡിഫറൻസോ, ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് അനലറ്റിക്കൽ റിസർച്ചിൻ്റെ ഡിഫറൻസോ, അങ്ങനെ റിസർച്ച് എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് നോക്കുക. അതിലേതെങ്കിലും ഒന്നിനെ പറ്റിയിട്ട് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനെക്കാട്ടും മുമ്പത്തെ പേപ്പറുകളിൽ കണ്ടുവന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ ഇപ്പിട്ടുള്ളത്. ഓക്കെ, അതാണ് ആദ്യം പറയാനുള്ളത്. ഇനി നെക്സ്റ്റ്, ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഡാറ്റ. അതിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഈ രണ്ടെണ്ണവും, പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ ഡിഫറൻസ്. അത് പിന്നെ അതിൽ തന്നെ നമുക്ക് പറയാനുള്ളത്, ഏതെങ്കിലും ഇപ്പോൾ പ്രൈമറി ഡാറ്റയുടെയോ സെക്കൻഡറി ഡാറ്റയുടെയോ അതിൻ്റെ യൂസസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് അതും ചോദിക്കാറുണ്ട്. ഇപ്പോൾ യൂസസ് ഓഫ് ഇപ്പോൾ സെക്കൻഡറി ഡാറ്റ അതുപോലെ തന്നെ പ്രൈമറി ഡാറ്റ, ഇതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജസും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ അത് നിർബന്ധമായി ഞാൻ ഈ പറഞ്ഞത് നോക്കിയിരിക്കണം കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നെക്സ്റ്റ്, ക്വസ്റ്റിനെയർ എന്താണ്, ക്വസ്റ്റിനെയർ ആൻഡ് ഷെഡ്യൂൾ ഡിഫറൻസ് ബിറ്റ്വീൻ ക്വസ്റ്റിനെയർ ആൻഡ് ഷെഡ്യൂൾ അത് നോക്കാം. പിന്നെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിലേതെങ്കിലും ചോദിക്കാറുണ്ട്. ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിലേതെങ്കിലും ഈ പറയുന്ന ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസും ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസും നമ്മുടെ ഡിഫറൻസ്, ഡിക്കോട്ടമസ്, ഇതൊക്കെ അതിലേതെങ്കിലും വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ഓപ്പൺ എൻഡഡ് ആൻഡ് ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ്, ഡിക്കോട്ടമസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് 2 മാർക്സിൻ്റെ അത്. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും വരാറുള്ളതാണ്, നിർബന്ധമായും പഠിക്കുക. ഇനി നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നതാണ്, പ്രൈമറി ഡാറ്റ കളക്ഷനിലെ പല മെത്തേഡ്സിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. എസ്പെഷ്യലി ഒബ്സർവേഷൻ എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ഫീച്ചേഴ്സ് അതൊക്കെ നോക്കണം കേട്ടോ. അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ്, അതുപോലെ തന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ് നോക്കി വയ്ക്കുക. ദെൻ അതുപോലെ തന്നെ ഇൻ്റർവ്യൂ മെത്തേഡ് എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂസ് നോക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ
ഈ പറയുന്ന ബെനഫിറ്റ്സ്, അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ്, ഡിസഡ്വാൻറ്റേജസ് നോക്കണം. മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി ഇൻ്റർവ്യൂവിൽ തന്നെയുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. കണ്ടീഷൻസ് നെസസറി ഫോർ എ സക്സസ്ഫുൾ ഇൻ്റർവ്യൂ നോക്കിയിരിക്കണം. ഇനി റിസർച്ച് റിപ്പോർട്ട് എന്താണ്? റിസർച്ച് റിപ്പോർട്ട് എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച് റിപ്പോർട്ട് ഉണ്ട്. അതിലേതെങ്കിലും പലപ്പോഴും വരാറുണ്ട്. ഇപ്പോൾ പോപ്പുലർ ഉണ്ട് അല്ലേ, ടെക്നിക്കൽ ഉണ്ട്, പോപ്പുലർ ഉണ്ട്, ടെക്നിക്കൽ ഉണ്ട് അല്ലേ. അങ്ങനെ നമുക്ക് പലതരത്തിലുള്ളത് കാണാൻ സാധിക്കും. അതിലേതെങ്കിലും ഒരെണ്ണത്തിനെ പറ്റി ചോദിക്കാറുണ്ട്. ദെൻ ദി മെയിൻ ടോപ്പിക് ഞാൻ അത് അവസാനം വെച്ചു എന്ന് മാത്രം. സാമ്പിളിങ് എന്താണ്? ടൈപ്സ് ഓഫ് സാമ്പിളിങ്ങിൽ ഏതെങ്കിലും ഒരു സാമ്പിളിങ്ങിനെ പറ്റിയിട്ട്, ഇപ്പോൾ മൾട്ടി സ്റ്റേജ് ഉണ്ട്, മൾട്ടി സ്റ്റേജ് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ക്ലസ്റ്റർ ഉണ്ട്, പലതരത്തിലുള്ളതല്ലേ. അതിലേതെങ്കിലും റാൻഡം സാമ്പിളിങ് ആവാം. അപ്പോൾ പ്രോബിലിറ്റി സാമ്പിളിങ്ങിലോ നോൺ പ്രോബിലിറ്റി സാമ്പിളിങ്ങിലോ ഏതെങ്കിലും ഒരു മെത്തേഡിനെ പറ്റിയിട്ട്, ഏതെങ്കിലും ഒരെണ്ണത്തിന്, ഒന്നോ രണ്ടെണ്ണത്തിനെ പറ്റിയിട്ട് എപ്പോഴും വരുന്നതാണ്. അത് മാത്രമല്ല നമുക്ക് സാമ്പിളിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ് അതും അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് ഇനിയൊരു സജഷൻ തരാനുള്ളത് ബിബ്ലിയോഗ്രഫി എന്താണ്? ബിബ്ലിയോഗ്രഫി ഫുഡ് നോട്ട് നമ്മളുടെ ഡിഫറൻസ് between bibliography and footnote. Okay, then last ഒരു സജഷൻ കൂടി നൽകാനുള്ളത് ഡെൽഫി മെത്തേഡ് എന്താണ്? അതുപോലെ തന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, പൈലറ്റ് സ്റ്റഡിയുടെ കൺസെപ്റ്റ്. പൈലറ്റ് സ്റ്റഡിയുടെ ഇമ്പോർട്ടൻസ് കേട്ടോ. ഓക്കെ, സോ 5 മാർക്സിൻ്റെ ഏറ്റവും കൂടുതൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഇപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്തത്. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് മെഷർമെൻറ്റ് ഓഫ് സ്കെയില്, നോമിനൽ, ഓർഡിനൽ, ഇൻ്റർവൽ, റേഷ്യോ, അതും കൂടി നിങ്ങൾക്ക് നോക്കി വയ്ക്കാം 5 മാർക്സിൻ്റെ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ. സോ ആദ്യം തന്നെ റിസർച്ച് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറിലും വരുന്നതാണ്. ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഡാറ്റ, ദെൻ പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ, അതിൻ്റെ ഡിഫറൻസ്, അതിൻ്റെ യൂസസ്, പിന്നെ ക്വസ്റ്റനെയർ എന്താണ്, ഷെഡ്യൂള് തമ്മിലുള്ള ക്വസ്റ്റനെയറും ഷെഡ്യൂളും തമ്മിലുള്ള ഡിഫറൻസ്, ക്വസ്റ്റ്യൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഒബ്സർവേഷൻ, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ഫീച്ചേഴ്സ്, ഇൻ്റർവ്യൂവിൻ്റെ ടൈപ്സ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, കണ്ടീഷൻസ് നെസസറി ഫോർ എ സക്സസ്ഫുൾ ഇൻ്റർവ്യൂ, റിസർച്ച് റിപ്പോർട്ട് എന്താണ്, അതിൽ പോപ്പുലർ, ടെക്നിക്കൽ, പലതരത്തിലുള്ളുണ്ട്, സാമ്പിളിങ് ടൈപ്സ്, അതിലേതെങ്കിലും ഒരെണ്ണം, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ബിബ്ലിയോഗ്രഫി, ഫുഡ് നോട്ട് നമ്മളുടെ ഡിഫറൻസ്, ഡെൽഫി മെത്തേഡ് എന്താണ്, പൈലറ്റ് സ്റ്റഡി എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്. നിങ്ങൾക്ക് ഇനി മെഷർമെൻറ്റ് ഓഫ് സ്കെയിലും കൂടിയും ഇതിൽ ഫോക്കസ് ചെയ്യാം കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് നമ്മൾ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള ചോദ്യങ്ങൾ. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇതാണ്. ഓക്കെ, ദെൻ പിന്നെ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതാണ്. ദെൻ ഫൈനലി ഇത്. സോ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം 3 പാർട്ടിലും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സും 7:30 ഇന്ന് എക്സാം റിലേറ്റഡ് ലൈവും ഉണ്ടായിരിക്കും. സോ ഈ വീഡിയോ കേട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.